ലോക സൂപ്പറാണ് കേട്ടാ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തെന്നല്ലേ ഉള്ളൂ. ഫുൾ ക്രെഡിറ്റ് ആ ടീമിനുള്ള ആണ്. എന്നാലും എല്ലാത്തിനും കാരണം DQ അല്ലേ, അതുകൊണ്ട് നന്ദിയുണ്ടേ. ഇത് ഞാൻ എവിടെ DQ ഇങ്ങനെ മലയാളം പടം ചെയ്യാതെ പാൻ ഇന്ത്യൻ റെട്രോ പടങ്ങൾ മാത്രം ചെയ്ത് നടക്കുന്നതിന് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചില്ലെങ്കിലും നല്ല സിനിമകളുടെ ഭാഗം എപ്പോഴും ആകാറുണ്ട്. അതിലല്ലേ കാര്യം. അതെ, അപ്പൊ ലോകയുടെ പേരും ചാപ്റ്റേഴ്സി മമ്മൂക്കയും DQ കൂടെ ഒരു സ്ക്രീനിൽ വരൂ. ഓക്കെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിക്കും. DQ ഇങ്ങനെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാത്രം നടന്നാൽ മതിയോ? ഒരു മലയാളം പടമൊക്കെ ചെയ്യണ്ടേ? ലോക എന്ന സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു സിനിമ വരുമോ എന്നുള്ള ചോദ്യത്തിന് വലിയൊരു മറുപടിയായിട്ടാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. എന്താ പറയുക, നല്ലൊരു കഥയുള്ള, നല്ല ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടൊരു സിനിമ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോക എന്ന് പറയുന്ന സിനിമയെ പറ്റിയല്ല, DQ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി, അല്ലെങ്കിൽ DQ എന്ന് പറയുന്ന നടൻ, DQ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ടെക്നീഷ്യനെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എനിക്കൊന്ന് ലോക എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയുമ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് അതിൻ്റെ സംവിധായകൻ, അതിൻ്റെ ബാക്കിയുള്ള ക്രൂ, കാസ്റ്റിനെ പറ്റിയൊക്കെയാണ് പറയേണ്ടത്. പക്ഷേ ഫസ്റ്റ് പറയേണ്ട ഒരാളെന്ന് പറയുന്നത് DQ ആണ്. അത് വലിയൊരു സംഭവമായിട്ട് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ലോക എന്ന് പറയുന്ന പോലുള്ളൊരു സിനിമ ഇവിടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായതിൻ്റെ ഒരു മെയിൻ റീസൺ ആയിട്ട് ഞാൻ കാണുന്നത് DQ ആണ്. അത് DQ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഉണ്ടാക്കിയെടുത്ത, എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊന്ന് DQ വന്ന സമയം തൊട്ട് ഫസ്റ്റ് ടൈം ലേബൽ ചെയ്യപ്പെട്ടിരുന്നത് മമ്മൂക്കയുടെ മകൻ എന്നൊരു രീതിയിലാണ്. പക്ഷേ അത് കുറച്ച് നാൾ മാത്രമേ അദ്ദേഹം ആ ഒരു ലേബൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ആളുകൾ പറയുന്നത്, ഞാൻ ഉൾപ്പെടെ പറയുന്നതാണ്, അദ്ദേഹം മലയാള സിനിമകൾ ചെയ്യാതെ പാൻ ഇന്ത്യൻ സിനിമകൾ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ സിനിമകൾ കൂടുതൽ ചെയ്ത് നടക്കുകയാണ്. മലയാളത്തിലെ എങ്ങനെ തുടങ്ങിയത് മലയാളത്തിലല്ലേ, അപ്പോൾ മലയാള സിനിമകൾ എന്തുകൊണ്ടാണ് മലയാള സിനിമകൾ ചെയ്യാത്തത്? പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, DQ എന്ന് പറയുന്ന ഒരു നടൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിനെ കാണുന്നത് നല്ല സിനിമകളുടെ ഭാഗമാകുക. അത് ഒരു ലാംഗ്വേജ് ബാരിയറോ അല്ലെങ്കിൽ ഇന്ന ഇൻഡസ്ട്രിയിൽ നിൽക്കണം, ഈ ഒരു മലയാളത്തിൽ ഇന്ന രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കണം, അങ്ങനെയൊന്നും ആയിരിക്കില്ല അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നത്, ഈ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്, നല്ല സിനിമകളുടെ ഭാഗം എപ്പോഴും ആകണം. അദ്ദേഹം തന്നെ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒറിജിനൽ കണ്ടന്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാലും അദ്ദേഹം അതിൻ്റെ ഭാഗമായിരിക്കും. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വർക്കല്ലാതെ സ്വന്തമായി ചെയ്യുന്ന, സ്വന്തമായ ഒരു വിഷനുള്ള ആൾ, ഏത് ടീം അദ്ദേഹത്തിനോടൊപ്പം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അദ്ദേഹത്തിന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒറിജിനൽ കണ്ടന്റ് ആണ്, അദ്ദേഹം ബാക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം അതിൻ്റെ ഭാഗമാകുമെന്ന്. അതാണ് DQ എന്ന് പറയുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സംഭാവന എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അദ്ദേഹം എപ്പോഴും സിനിമ ചെയ്യണം, മലയാളത്തിൽ ഒരു 10 സിനിമ ചെയ്യണം, അങ്ങനെ അദ്ദേഹം മനസ്സിൽ പോലും കാണുന്നില്ലായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞത്, ഏത് ഇൻഡസ്ട്രിയിലുള്ള ഏത് സംവിധായകനും അദ്ദേഹത്തിൻ്റെ, ഒരു ഹിന്ദി സംവിധായകനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തെലുഗു സംവിധായകനായിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തമിഴായിക്കോട്ടെ, ഏത് സംവിധായകനും ഇൻക്ലൂഡിങ് മലയാളം ആയിക്കോട്ടെ, ഏത് ഭാഷയിലാണെങ്കിലും അവരുടെ ഭാഷയിൽ തന്നെ ഒരു സിനിമ DQനെ വെച്ച് ചെയ്യാൻ പറ്റും. അതെല്ലാ ഇപ്പം ഇന്ത്യയിലുള്ള ഒരുപാട് സ്റ്റാർസ് ഉണ്ട്, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ DQനെ കൊണ്ടുവന്നൊരു ബോളിവുഡ് സിനിമയിൽ വെച്ചാൽ അത് അവിടെ ആപ്റ്റായിരിക്കും. ഒരു തെലുഗുവാണ് ഞാൻ എപ്പോഴും DQനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ചേരുന്ന ക്യാരക്ടേഴ്സ് വരുന്നത്, തെലുഗു ക്യാരക്ടേഴ്സ് വരുമ്പോൾ അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് ആപ്റ്റ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നമുക്ക് പണ്ട് അല്ലു അർജുൻ്റെ സിനിമകൾ കാണുമ്പോൾ അദ്ദേഹം ഒരു മലയാളിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. ആ സെയിം ഒരു രീതിയിലാണ് DQ തെലുഗു സിനിമകൾ ചെയ്യുമ്പോൾ. നമ്മുടെ കാളിദാസ് ജയറാമൻ എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്, അദ്ദേഹം ഒരു തമിഴ് സിനിമകൾ എപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സ്യൂട്ട് ആകുന്ന പോലെ തോന്നും. അതുപോലെയാണ് DQ തെലുഗു സിനിമകൾ. അതുപോലെ നമ്മുടെ തമിഴിലൊരു ഡയറക്ടറിന് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തമിഴ് ചെയ്യണം, അത് DQനെ കാസ്റ്റ് ചെയ്താൽ പെർഫെക്റ്റ് ആണ്. സോ DQ എന്ന് പറയുന്നത് പ്രോപ്പർ ഒരു ഇന്ത്യയിൽ നമ്മുടെ രാജുണ്ട്, പൃഥ്വിരാജും ഉണ്ട്, അതുപോലെ അല്ലെങ്കിൽ ഫഹദ് ഉണ്ട്, അങ്ങനെയുള്ള വളരെ കുറച്ച് ആക്ടേഴ്സിൽ ഒരാളാണ് DQ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എൻ്റയർ കരിയർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള നല്ല നല്ല പ്രോഡക്റ്റിൽ ലോക പോലൊരു സിനിമ, എനിക്ക് തോന്നുന്നു മറ്റേത് ഇൻഡസ്ട്രിയിലും ഒരു എമൗണ്ട് ഉള്ളതുകൊണ്ട്, ഒരു ബജറ്റ് ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കാം മറ്റ് ഒരു ഇൻഡസ്ട്രിയിൽ ലോക പോലൊരു സിനിമ വരുന്നത്. പക്ഷേ മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ വന്നതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് DQ ആണ്. അതിൻ്റെ മെയിൻ കാരണം, ഇപ്പം എന്താ പറയുക, ഒരു തെലുങ്കിൽ ഈ ഒരു സിനിമയെ പറ്റി വരും, DQ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ എന്നായിരിക്കും ഫസ്റ്റ് ലേബൽ ചെയ്യപ്പെടുന്നത്. പിന്നീടാണ് ബാക്കിയുള്ള, ഇത് സിനിമയെ പറ്റി പോസിറ്റീവ് വന്നാൽ നെഗറ്റീവ് വന്നാൽ പിന്നീടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഒരു കുറച്ച് ഓഡിയൻസ് ആ ഒരു സിനിമ കാണാൻ വരുന്നത് DQ ആണ്. അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു
അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് അദ്ദേഹം ഉണ്ടാക്കി ഇങ്ങനെ കരിയർ ഡിസൈൻ ചെയ്തുകൊണ്ട് മാത്രമാണ് അത് വന്നിരിക്കുന്നത്. പിന്നീട് വരുന്നത് വെച്ചാൽ ഇപ്പോൾ ലോക പോലൊരു സിനിമ ഇപ്പം 5 ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നു. ഇപ്പം ലോകയിൽ തന്നെ കണ്ടിട്ടുള്ളവർക്ക് ചെറിയ സ്പോയിലർ എന്ന് പറയുന്നില്ല, അതിൽ ഒരുപാട് കെമിയോസ് വരുന്നുണ്ട്. അതിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് DQ ആണ്. DQന്റെ സിനിമയിൽ ആര് വേണേലും വരും. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ്, ഇനിയുള്ള വരും ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് കെമിയോസ് ഉണ്ട്, അവരൊക്കെ വരും സിനിമകളുണ്ടാവും. പക്ഷേ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആര് വേണമെങ്കിലും ഈ ഒരു സിനിമയുടെ ഭാഗമാവും. അതിന് ആ DQനെ കൊണ്ട് പറ്റും. DQ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏത് ടെക്നീഷ്യനോ അല്ലെങ്കിൽ ബജറ്റ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഒരു DQന്റെ സിനിമയുടെ ഭാഗമാകാൻ ആര് വേണമെങ്കിലും വരും. ഇപ്പം മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി ഒരുപാട് കോൺട്രവേഴ്സീസ് ഉള്ളതാണ്, എന്താണ് പറയുക, ഭയങ്കര ഗ്രൂപ്പുകളുണ്ട്, അതുണ്ട് ഇതുണ്ട്. എന്നാൽ പോലും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ DQ ഇതിനകത്തൊന്നുമില്ല. DQ എല്ലാവരുടെയും ഫ്രണ്ട്സ് ആണ്, ആര് വേണമെങ്കിലും വരും. ഈവൻ ലാലേട്ടൻ വേണമെങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ ഭാഗമാണ്, സിമ്പിളായിട്ട് പറഞ്ഞു. അത് DQ അങ്ങനെയാണ്. അദ്ദേഹം നമ്മൾ ഒരുപാട് കളിയാക്കുന്നുണ്ട്, മലയാളത്തിന്റെ സിനിമകൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് ഇതുകൊണ്ട് തന്നെ മാത്രമാണ്. ഞാൻ തന്നെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസിനകത്ത് ഫണ്ട് രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാളം ചെയ്യാതെ പാൻ ഇന്ത്യ സ്റ്റാർ ആയിട്ട് നടക്കുകയാണ്. സോ അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഒരിക്കലും ഒരു മലയാളം ആക്ടറായിട്ട് അല്ലെങ്കിൽ മലയാളത്തിന്റെ ഒരു അഭിനയ മുഹൂർത്തം ഭയങ്കരമായിട്ട് കാഴ്ചവെക്കുന്ന ഒരു നടനായി വലിയൊരു രീതി അങ്ങനെ ആയിരിക്കത്തില്ല അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നത് നല്ല സിനിമയുടെ ഭാഗമാകുക. ഇപ്പൊ ലോക എന്ന് പറയുന്ന സിനിമയെ പറ്റി ഒരുപാട് പേര് ഇപ്പം കളിയാക്കുന്നുണ്ട്. ഇപ്പം പ്രൊഡ്യൂസറിന്റെ പേരിലാണ് ഈ ഒരു സിനിമയെ പറ്റി എല്ലാവരും പറയുന്നത്, DQ പ്രൊഡ്യൂസർ അത് പറയുന്നുണ്ട്. പിന്നെ വേറെ ഒരു ഇൻഡസ്ട്രിയിൽ വേറെ ഇതിലും സംവിധായകന്റെ പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നായകന്റെ പേരിലാണ് ഒരു സിനിമ വിജയിക്കുമ്പോൾ അത് അറിയപ്പെടുന്നത്. പക്ഷെ എന്താണ് DQനെ എല്ലാവരും ഇത്രയും ഇതായിട്ട് പറയുന്നത്? ബട്ട് ഡെഫിനറ്റ്ലി അതിന്റെ എന്തൊക്കെ ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ പറയുന്നുണ്ട് കല്യാണി പ്രിയദർശൻ നായികയായി ഈ ഒരു പടം 200 കോടി 300 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഈ ഒരു സിനിമ ഇങ്ങനെ ഒരു ലെവലിലേക്ക് വന്നെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതിന് പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ ഒരു എഫേർട്ട് ഉണ്ട്, ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ മെയിൻ ഘടകം ഇപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും DQ പോലൊരു ഫാക്ടർ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇങ്ങനെ ഒരു രീതിയിൽ ഈ ഒരു സിമ്പിൾ ബജറ്റാണോ എന്ന് വെച്ചാൽ മറ്റ് ഫിലിം ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുമ്പം ഇതിന്റെ തന്നെ ഈ ഒരു ലോക എന്ന് പറയുന്ന സിനിമയുടെ തന്നെ ഒരു ഹൈദരാബാദിൽ നടന്ന ഇവന്റിൽ ഇതിന്റെ അവിടുത്തെ നാഗവംശി എന്ന് പറയുന്ന അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റുന്നില്ല, അത് ലക്കി ഭാസ്കർ പോലൊരു സിനിമയുടെ ഒരു സെറ്റിന് ഇതിന്റെ ഡബിൾ എമൗണ്ട് ആയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫണ്ട് രീതിയിൽ. അങ്ങനെയാണ് അത് DQ പോലെ ഒരാൾ അവിടെ ബാക്ക് ചെയ്യുന്നതുകൊണ്ടാകാം ഇങ്ങനെ ബജറ്റ് ലിമിറ്റ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ഇതുപോലെ അവൈലബിൾ ആകുന്നതെല്ലാം അദ്ദേഹം ഉള്ളത് കൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. സോ എന്തൊക്കെ ക്രെഡിറ്റ് ഈ സിനിമയ്ക്ക് സംവിധായകന് കിട്ടുന്നുണ്ടെങ്കിലും നായകന് കിട്ടുന്നുണ്ടെങ്കിലും നായിക കിട്ടുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ ക്രൂവിനും കാസ്റ്റിനും എന്തൊക്കെ ക്രെഡിറ്റ് കിട്ടുന്നുണ്ടോ അതുപോലെ അതിൻ്റെ ഒരു 100 ഇരട്ടി ക്രെഡിറ്റ് DQന് അത് കിട്ടണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കിന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് ലാലേട്ടനാണ്. ഇനി എന്തൊക്കെ തർക്കങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു വലിയൊരു ഫാക്ടറാണ്. ലാലേട്ടനാണ് ഏറ്റവും വലിയൊരു ക്രൗഡ് പുള്ളർ. പക്ഷേ ലാലേട്ടനോ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരാൾ നമുക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാർസ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും അത് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് DQ ആണ്. DQ ആണ് വൺ ഓഫ് ദ ഇത്രയും വലിയൊരു ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹത്തിന്റെ ഒരു മോശം സിനിമയാണെങ്കിലും നല്ല സിനിമയാണ്, ഒരു സ്റ്റാർഡം എന്ന് പറയാൻ പറ്റില്ല, അതിലുപരി ഇപ്പൊ വിജയ് എന്ന് പറയുന്ന ഒരു നടനുള്ളൊരു ഇതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മോശം സിനിമകൾക്ക് പോലും ഒരു മിനിമം എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാ സ്റ്റാർസിനും ആ ഒരു ഭാഗ്യമില്ല. ഒരു മോശം സിനിമയാണെങ്കിൽ കംപ്ലീറ്റ്ലി അത് ബോക്സ് ഓഫീസിൽ തരിപ്പണമാക്കും. ഒരു മിനിമം ഗ്യാരണ്ടി അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ട്. ഉള്ളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വിജയ് എന്ന് പറയുന്ന ആക്ടർ. അതുപോലെയാണ് DQന്റെ ഒരു മോശം സിനിമയാണെങ്കിൽ പോലും അതിനൊരു മിനിമം അത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്. അത് അദ്ദേഹം പാൻ ഇന്ത്യൻ ലെവലിൽ അതെങ്ങനെ നേടിയെടുത്താണെങ്കിൽ പോലും അദ്ദേഹം ഒരു ദിവസം രാവിലെയും കൊണ്ട് വന്നിട്ട് മമ്മൂക്കയുടെ മകനായതുകൊണ്ട് കിട്ടിയതല്ല. അദ്ദേഹത്തിന്റെ രീതിയിലുള്ള വഴിവെട്ടി, ഒറ്റയ്ക്ക് വഴിവെട്ടിയെന്ന് ഇദ്ദേഹത്തിനെ ആരും പറയാത്തത് മമ്മൂക്ക പോലൊരു ലെജൻഡിന്റെ മകനായതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് ഈ കാണുന്ന DQ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. സോ ലോക പോലൊരു സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് നൽകിയതിന് ഒരു വലിയ താങ്ക് യു ആണ് DQനോട് പറയാനുള്ളത്. DQനോട് എനിക്ക് നേരിട്ട് ഇത് ഇങ്ങനൊരു
ഇങ്ങനൊരു സംസാരിക്കണം എന്നുള്ളതാണ്. പക്ഷെ എനിക്കത് അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിലൂടെ അത് പ്രേക്ഷകരോട് പറയുന്നത്. എന്നാൽ പോലും വരും സിനിമകൾ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നുള്ളത് മീൻസ് ഡിക്യുവിൻ്റെ തന്നെ അദ്ദേഹം അഭിനയിക്കുന്ന എല്ലാ സിനിമകളും ആയിക്കോട്ടെ, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാകുന്ന എല്ലാ സിനിമകൾക്കും ഇപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അദ്ദേഹം നായകനാകുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന സിനിമകളായിക്കോട്ടെ, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളായിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമകളായിക്കോട്ടെ, എല്ലാം നല്ല നല്ല സിനിമകളുടെ എല്ലാ സിനിമകളും ഇതാണെന്ന് പറയുന്നില്ല, എന്നാൽ പോലും ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് അദ്ദേഹം തരുന്നുണ്ട്. സോ ഇത് കണ്ടിന്യൂ ആകട്ടെ. പാൻ ഇന്ത്യൻ സിനിമകളുടെ ഭാഗമാണ്. പാൻ ഇന്ത്യൻ ഇനി ഉപയോഗിക്കുന്നില്ല. DQ ആണെങ്കിൽ അത് ഏത് ഭാഷയാണെങ്കിലും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. അത് ആ ഭാഷയിൽ തന്നെ കാണാം എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയാണ് എല്ലായിടത്തും മോസ്റ്റ്ലി എല്ലാം. കാരണം എനിക്കൊന്ന് കന്നഡ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അദ്ദേഹം തന്നെയാണ് മോസ്റ്റ്ലി ഡബ് ചെയ്യുന്നത്. സോ DQ പടം, അതായത് DQ വുഡ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ ലോക പോലൊരു നല്ലൊരു കിടിലൻ പ്രോഡക്റ്റ്, ഒരു നല്ല ക്രൂവിന് അല്ലെങ്കിൽ നല്ലൊരു കാസ്റ്റിനെ ബാക്ക് ചെയ്തതിന്, അവരുടെ വിഷൻ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് കൂടെ നിന്നതിന് താങ്ക് യു സോ മച്ച്.